എന്താ ഈ മഴയത്ത്? ചുമ്മാ ഒന്ന് കാണാമെന്ന് വെച്ച് വന്നതാ. ഈ മഴയത്തോ? വരുമ്പം മഴയില്ലായിരുന്നു. അപ്പച്ചനും വല്യപ്പച്ചനും ഒക്കെ ചന്തയിൽ പോയിരിക്കുക. അതും അറിഞ്ഞോണ്ടാ വന്നത്. ആ ചുമ്മാതല്ല ചന്ത എന്നാൻ തിരക്കിയത്. നമ്മൾ എന്തിനാ വെറുതെ ഇവിടെ നിന്ന് മഴ നനയുന്നത്? ആര് പറഞ്ഞു മഴയത്ത് നിൽക്കാൻ? അവളാണ് ഞങ്ങളുടെ ഏക സമ്പാദ്യം, ഞങ്ങളുടെ നിധി. നാണു, നാണു. ഈ പൂവ് ആരാ അവിടെ കൊണ്ടുവച്ചേ? ഏത് പൂവ്? ദാ ഈ പൂവ്. അയ്യോ, ഞാനറിഞ്ഞില്ല. സുശീല കള്ളം പറയാറുണ്ടോ? ഇല്ല. ഇന്നിപ്പോ എന്തിനാ കള്ളം പറഞ്ഞേ? ഞാൻ കള്ളമൊന്നും പറഞ്ഞില്ല. ഇല്ലല്ലോ. ശരി, എങ്കിൽ ഇനി സുശീലയുടെ അച്ഛനോട് ചോദിക്കാം ഈ പൂവ് ആരാ അവിടെ കൊണ്ടുവച്ചതെന്ന്. നിങ്ങളുടെ വീട്ടിൽ മാത്രമേ ഈ പരിസരത്ത് ഞാൻ റോസാ ചെടി കണ്ടിട്ടുള്ളൂ. ശിവരാമൻ നായരെ. അയ്യോ, അച്ഛനെ വിളിച്ച് ചോദിക്കണ്ട. അതെന്താ? അത് വേണ്ട. അച്ഛനും കൂടെ അറിയട്ടെ മോടെ വേല. എന്താ ഒന്നും മിണ്ടാത്തെ? അയ്യോ, കരയുന്നു ചേച്ചേ. ഇഷ്ടമില്ലേല് അതെറിഞ്ഞ് കളഞ്ഞേര്. കളയട്ടെ.
പെണ്ണുങ്ങൾ കുളിക്കുന്ന കണ്ടില്ലേ? പെണ്ണുങ്ങള് എന്താ, ഞാൻ പെണ്ണല്ലേ? അതെ അതെ, നീ പെണ്ണ് തന്നെ. അതുകൊണ്ടാണല്ലോ വന്നത്. എന്തിന്? ഒരു കാര്യം പറയാം. എന്തോന്ന് കാര്യം? നീ എന്റെ കൂടെ പോരുന്നോന്ന്. പിന്നെ പിന്നെ കൂടെ പോരുന്നു. പിന്നെ പോകാൻ നേരത്ത് എന്റെ കാലേ കയറി പിടിക്കരുത് കരഞ്ഞോണ്ട്. അതിനെ അമ്മണി വേറെ ജനിക്കണം. എനിക്കെന്റെ തലയ്ക്ക് വട്ടാണോ ഇങ്ങനെ ഒരാളുടെ കൂടെ ഇറങ്ങിത്തിരിക്കാൻ? നല്ല കളി. അല്ല അമ്മണി നിന്നേ, ഞാൻ വേറൊരു കാര്യം ചോദിക്കാമെന്ന് വെച്ചാ വന്നേ. എന്തോന്ന്? അല്ല, അമ്മണിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമോ? എന്തോന്ന് കുഴപ്പം? അല്ല, വേറെ വിശേഷമൊന്നുമില്ലേ അമ്മണിക്ക്? എന്തെങ്കിലും? എനിക്കോ? എനിക്കെന്ത് വിശേഷം? വിശേഷം എന്ന് പറഞ്ഞാല് നിനക്ക് നിനക്ക് ഓ നിനക്ക് ബഹളം ഉണ്ടാക്കാതെ. എനിക്ക് ദൈവം സഹായിച്ച് യാതൊരു കുഴപ്പമില്ല. സമാധാനമായി പോയാട്ടെ. ഒരു പുണ്യാളച്ചൻ വന്നിരിക്കുന്നു വിശേഷം തിരക്കാൻ. ഇവിടെ ഞാൻ തോറ്റു, നീ രക്ഷപ്പെട്ടു. ഇനി ഞാൻ തോൽക്കാൻ പാടില്ല. ഇല്ല, ഞാൻ തോൽക്കില്ല. കാളൻ, കൊക്കോട്, ചെറുവിളി, ഹനുമാൻ, പാലാൽ, രാവണൻ, വീണ, കുംഭകർണൻ. ഇന്ന് ഞാൻ കുടിക്കണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. എന്തോന്ന് കണ്ടീഷനാ പൈലിയാശാനെ? കൈവയ്യാത്തോണ്ട് കുടിക്കത്തില്ലെന്നോ മറ്റോ ആണോ? ഇന്ന് വരെ പരിഹാസൻ കുടി തുടങ്ങണം എന്ന് പറഞ്ഞിട്ടുള്ളതല്ലാതെ കുടി നിർത്തണം എന്ന് പറഞ്ഞിട്ടില്ല. ഇതാ എന്റെ കണ്ടീഷൻ. യവൻ കുടിച്ചാൽ പിന്നെ വാലോട് കൊടുക്കും. പുള്ളി ഞാനും അവനും കൂടി കശപിച്ചായി എന്ന് പരാതിപ്പെടില്ല. ഇന്ന് ഞാൻ കുറച്ച് മനോവിഷമം കൊണ്ട് കുടിച്ചിട്ടുണ്ട്. എന്നാ ഇന്നത്തെ കുടി നിന്റെ മനോവിഷമം തീരാനാകട്ടെ. ആർക്കാടാ മനോവിഷമം? ആരാ? സംഗതി പെശകായെന്നാ തോന്നുന്നു. എന്റെ വകയിലൊരു കാരണവരാ, പേരുകേട്ട ചട്ടമ്പിയാ. പൈലി, നിനക്ക് എന്നാടാ കുഞ്ഞെ ഇത്ര മനോവിഷമം ഞാനിവിടെ ഉള്ളപ്പം? ആർക്കങ്ങോട്ട് ഇരുന്നേ. അല്ല എടാ പിള്ളേരെ, ആരോടും ചോദിക്കാതെ പറയാതെ എടുത്ത് കുടി തുടങ്ങിയോ? അയക്കോ അയക്കോ. നീ ആരാടാ? കുറച്ച് നാളായിട്ട് ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കുന്നുണ്ടല്ലോ. ഞാൻ ആരായാലും എന്താ എനിക്ക്? എടാ അയാൾ എന്റെ കൂട്ടുകാരനാ, അവിടെ തൊട്ട് കളിക്കരുത്. എടാ നന്ദിയില്ലാത്തവനെ, നീ എങ്ങാണ്ടത്തുകാരന് കണ്ണു വാങ്ങിച്ചു കൊടുത്ത് പുറകെ നടക്കുന്ന എന്തിനാണെന്ന് എനിക്കറിയാം. എന്തിനാ? നിന്റെ മോളെ പിടിച്ച് തലയെ വെച്ചു കൊടുക്കാനല്ലേ? എന്റെ മോള് അവളെ പറ്റി മാത്രം ആരും ഒന്നും പറയരുത്, ഒരുത്തിനും ഒന്നും പറയരുത്. വലിയച്ഛനെ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് പറയണം, പറയട്ടെ. വയലിയാശാന് പുല്ലാണ്. പക്ഷേ പറയണതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് എനിക്ക് എപ്പോഴെങ്കിലും തോന്നിയാ അന്ന് നിന്റെ അന്ത്യം. നിന്റെ മാത്രമല്ല അവളുടെ. എന്റെ മോൾ, എനിക്ക് അവള് മാത്രമേ ഉള്ളൂ.
എനിക്കെന്റെ മോള് മാത്രമേ ഉള്ളൂ പട്ടികളെ. ആ അല്ല ശിവരാമൻ നായരോ? കയറി വാ ശിവരാമൻ നായരെ. ഈയിടെ കാണാനേ ഇല്ലല്ലോ, ഇവിടെങ്ങും ഇല്ലേ? ഉണ്ട്. ഞാൻ വയലിൽ നിന്ന് പണിയും കഴിഞ്ഞ് വരുമ്പോ നേരെ സമയമാവും. അപ്പോ ഒന്നുകിൽ സാറിവിടെ കാണത്തില്ല, അല്ലെങ്കിൽ സാറിവിടെ കാണത്തില്ല. അല്ല ശിവരാമൻ നായർ ഈയിടെ ഭയങ്കര ബിസിയാണല്ലോ. ആ സ്വല്പം ബിസിയാണ്. കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമായിട്ട് വന്ന് പറയാമെന്ന് കരുതിയതാ. മോളും എന്റെ കല്യാണം തീരുമാനിച്ചു. എല്ലാം കൊണ്ട് ഒരു മനസമാധാനമുണ്ട്. എന്നാലും ഈ കാലത്ത് ഇങ്ങനെയെങ്കിലും ഒരുത്തം വന്ന് കയറുന്നത് വലിയ ഭാഗ്യമാണെന്നാ ഞാൻ വിചാരിക്കുന്നു. എന്താ ചെറുക്കന് ജോലി? കൃഷിപ്പണിയാ. പ്രായവും കുറച്ച് കൂടുതലുണ്ട്. പിന്നെ ഒരു സമാധാനമുള്ളത് കഴിഞ്ഞുകൂടാനുള്ള വകയൊക്കെ ഉണ്ട്. സുശീലയ്ക്ക് സമ്മതക്കേടൊന്നുമില്ലേ? അങ്ങനെ ഇപ്പോ അവളുടെ സമ്മതം ഒന്നും ചോദിക്കാൻ നിന്നില്ല. അവൾക്കും അറിയാവുന്നതല്ലേ എന്റെ പാടും ദുരിതമൊക്കെ. കരഞ്ഞുകൊണ്ടാണെങ്കിലും അവൾ ഇത് സമ്മതിക്കും.